VMTV ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോട് ഇഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പാറക്കൽ വിദ്യാലയത്തിലാണ്, പാറക്കൽ UP സ്കൂളിലാണ് ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് ഇവിടെയുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് എപ്പിസോഡ് ചിത്രീകരിച്ചു. അപ്പോൾ ഒരുപാട് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ്, അവരെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. മക്കൾ വളർത്തുണ്ടായിരുന്നു, ടീച്ചർമാരോടും ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവരെ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കും. നമസ്കാരം സാർ, പേരെന്താണ്? ശ്രീഹരി. സ്വദേശം ഇവിടെ തന്നെയാണോ? ഓക്കെ, ഏത് ക്ലാസ് എടുക്കുന്നത് സാർ? ഇപ്പോൾ 7ാം ക്ലാസ് എടുക്കുന്നത്. എത്ര കുട്ടികളുടെ ക്ലാസ്സിൽ ഇപ്പോൾ? എത്ര ഡിവിഷൻ ഉണ്ട്? നിലവിൽ 3 ഡിവിഷൻ. ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ഇവിടെ സ്കൂൾ ടോട്ടൽ? 360 അത്രയും കുട്ടികളുണ്ട് അല്ലേ? ശരി ശരി, ഓക്കെ. 450 അല്ലേ? ശരി. ഓക്കെ, പേരെന്താണ്? എവിടെയാ സ്ഥലം? എവിടെ? ഓക്കെ. ഈ കുട്ടികളുടെ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് കുട്ടികളുടെ ചിന്താഗതികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ചിന്ത വളരെ ഫാസ്റ്റാണ്. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം വെറും പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ ലോകം വളരെ വളർന്നിരിക്കുന്നു. പലപ്പോഴും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അത്രയും പവറുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ. തിരിച്ചിങ്ങോട്ടേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കണ്ടെത്തി അവർക്ക് നൽകുക അല്ലേ? ശരി ശരി. എത്ര വർഷമായി ടീച്ചർ ഇവിടെ? 2 വർഷമായി. അതിന് മുന്നേ എവിടെ ആയിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ? ഏത് ക്ലാസ് എടുക്കുന്നത്? 5ൽ. ഏത് വിഷയം? അങ്ങനെ പല വിഷയം എടുക്കുന്നത് അല്ലേ? ഓക്കെ. പേരെന്താണ് ടീച്ചർ? ഈ മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിനും മോശമുള്ളതിനും ഉപയോഗിക്കാം. മോശം രീതിയിൽ കുട്ടികൾക്ക് ഈ എന്താ പറയാ, പെട്ടെന്ന് ദേഷ്യം വരിക, ഈ സോഷ്യൽ മീഡിയ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളുടെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അതെ, കാരണം അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കണക്ക്. ഞങ്ങൾ വിളിച്ചാലോ എടുത്താലോ ഒന്നും അവർ ആ ഒരു മൊബൈലിന്റെ ലോകത്താണ്. വെറുതെ വിളിക്കുമ്പോൾ കേൾക്കുന്ന പോലുമില്ല. അപ്പോൾ അതിൽ അഡിക്റ്റ് ആയിപ്പോയി മിക്കുള്ള കുട്ടികളും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണോ? മാതാപിതാക്കൾക്ക് സമയം കുറവ്. കാരണം കൂടുതൽ പേരും ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ മൊബൈലുണ്ട്, അത് യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ശരി ശരി. ടീച്ചർ ഇവിടെ എത്ര വർഷമായി? ഞാനിപ്പോ 5 വർഷം. 5 വർഷത്തോളായി. വരുന്ന സമയത്ത് ഈ ബിൽഡിങ്ങിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? അത് വർക്കിംഗ് പ്രോഗ്രസ് ആയിരുന്നു അല്ലേ? ശരി ശരി. പേരെന്താണ് ടീച്ചറുടെ? നീതി. എവിടെ സ്ഥലം എവിടെയാണ്? ഓക്കെ. ഇവിടെ എത്ര വർഷമായി ടീച്ചർ? 2-3 വർഷം. ഓക്കെ. ഒരു നല്ല ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളെ ഏറ്റവും ക്ലോസ് ആയിരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പൂർണ്ണമായിട്ടല്ലെങ്കിലും കാരണം കുട്ടികൾ എപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 90% നല്ലൊരു ടീച്ചറാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പാറക്കൽ വിദ്യാലയത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്? ഒരുപാട് പ്രവർത്തനങ്ങൾ, എല്ലാ വിഷയങ്ങളിലും എക്സ്ട്രാ വർക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടോ? എല്ലാം പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ. കലാപരമായിട്ടുള്ള പരിപാടി, നല്ല സ്റ്റേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പ്രവർത്തനങ്ങൾക്കുള്ള വേദികളൊക്കെ കുട്ടികൾക്ക് എല്ലാ പ്രോഗ്രാമും ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും. പേരെന്താണ്? എന്റെ പേര് ഹിസ്മാന. ഇവിടെ തന്നെയാണോ? അല്ല, എന്റെ സ്ഥലം പനവൂരാണ്. പനവൂര് അല്ലേ? 7ാണോ? 7ാണ്. ഓക്കെ. ഈ വിദ്യാലയത്തിൽ ചാർജ് എടുത്തതിനു ശേഷം നമ്മൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ കുട്ടികളിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല, ടീച്ചേഴ്സിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിക്കാല്ലേ? അല്ല, മീൻസ് പലപ്പോഴും നമ്മള് ഈ ബഹുജനം പലവിധം എന്ന് പറയുന്നത് പല പല ഇന്നൊക്കെ വരുന്ന സാഹചര്യങ്ങൾക്ക് വരുന്ന കുട്ടികളായിരിക്കില്ലേ? അപ്പൊ അവരെ ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യാറുണ്ട്? മീൻസ് വെറും സ്നേഹം കൊണ്ട് മാത്രമാണ് പണ്ടൊക്കെയാണ് ഈ ചൂരൽ വടിയൊക്കെ എടുത്തു വരുന്ന ടീച്ചേഴ്സിനൊക്കെ വരുന്നത്. ചൂരൽ വടി എടുക്കുന്നതിനോട് ഒപ്പോസ് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എനിക്ക് ഒരു താല്പര്യമില്ല. കുട്ടികളെ നമ്മൾ വടിയെടുത്തു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ശരി നന്നാവും എന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. നന്നായിട്ട് വരട്ടാറുണ്ട് ഞാൻ. കുഴപ്പമില്ലാത്ത രീതിയിൽ. ഒരു പഠിപ്പിച്ച ടീച്ചർമാരിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ടീച്ചറാണ്? ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരുപാട്. എനിക്ക് വെള്ളുമുനടി സ്കൂളിലെ ഒരു കൃഷ്ണപിള്ള സാറുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ അമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാൻ കാരണം ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ കാണിച്ചു. ആ കുട്ടിക്കാലത്ത് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അധ്യാപകൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ഭയം അല്പം കൂടുതലാണ്. പൊതുവെ പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വടിയും അങ്ങനെയൊക്കെ വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മുന്നിലൊക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ കാലഘട്ടം മാറി. എങ്ങനെയാണ് ഒരു പഠിപ്പിക്കുന്ന രീതി? എങ്ങനെയാണ്? ഈ സ്നേഹ രീതിയിൽ തന്നെയാണോ, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്?
മാത്രമല്ല കാലഘട്ടം മാറിയതിനനുസരിച്ച് നമുക്കിപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം അത്തരത്തിലുള്ള കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിലൂടെ കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. ഭയപ്പെടുത്തി അറ്റൻഷൻ പിടിച്ചു പറ്റുക അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കുട്ടികളെ ഭയപ്പെടുത്തി വാക്കുകൾ കൊണ്ടായാലും ആയുധം കൊണ്ടായാലും ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഭയത്തിലൂടെ ഉണ്ടാകുന്ന ബഹുമാനോ ശ്രദ്ധയൊന്നും ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. അവരെ കൂടുതലും അവരുടെ താല്പര്യത്തിനെ പിടിച്ചു വെച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനിങ്ങനെയുള്ള മാർഗങ്ങൾ ഇപ്പോൾ അവലംബിക്കുക. ശരി ശക്തമാണോ ഇവിടെ? ശക്തമാണല്ലേ? ശരി. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ടീച്ചർമാരുടെ ഉത്തരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ശരി, നേരത്തെ പോലെ തന്നെ തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നു കേട്ടോ. ഒരു കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജിക്കോ അങ്ങനെ ഒന്നുമല്ല, സംഗതി ഫണ്ണിയാണ്. ഓക്കെ, നമ്മളെപ്പോഴും കുട്ടികളാവണം, എന്നാലേ നമുക്ക് കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 10 ചോദ്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് നമുക്ക് ഞാൻ സമ്മാനം തരാം. നേരത്തെ കുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അടിപിടി കൂടരുത്. ശരി, ചോദ്യം ഫണ്ണിയാണ് കേട്ടോ. ഹിന്ദിക്കാർ മതി എന്ന് പറയുന്നതും മലയാളികൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഒന്നാണ്, എന്താണ്? ഹിന്ദിക്കാർ മതി എന്ന് പറയുന്നത് മലയാളികൾ ബസ്. റൈറ്റ് ആൻസർ ബസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഞാനൊരു മൃഗമാണ്, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് 2 വലിയ ചെവിയുണ്ട്, പക്ഷെ ഞാൻ നടക്കാറില്ല. ഞാനൊരു മൃഗമാണ്, നിങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് 2 ചെവിയുണ്ട്, പക്ഷെ ഞാൻ നടക്കാറില്ല. കുസൃതിയല്ല, ഇത് യഥാർത്ഥത്തിലുള്ളൊരു ചോദ്യമാണ്. ഞാനൊരു മൃഗമാണ്, വർഗത്തിൽപ്പെട്ടതാണ്, എനിക്ക് 2 ചെവിയുണ്ട്, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ നടക്കാറില്ല. പറഞ്ഞു കൊടുക്കല്ലേ? കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നോ? അത് ടെഡി ബിയറല്ല, വവ്വാലല്ല, മൃഗവർഗത്തിൽപ്പെട്ട നടക്കാത്ത വീട്ടിലൊക്കെ വളർത്തുന്നതാണ്. അല്ലല്ല, വീട്ടിൽ വളർത്തുന്നത് നമ്മളൊരു പെറ്റായിട്ടൊക്കെ നമ്മൾ ഒരു വളർത്തു മൃഗം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. മുയൽ. റൈറ്റ് ആൻസർ മുയൽ. ഓക്കെ, മുയൽ നടക്കില്ല കേട്ടോ, ചാടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ ചോദ്യം. നമ്മൾ ചിലപ്പോഴെങ്കിലും നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ടീച്ചറാണെങ്കിലും കുട്ടികളാണെങ്കിലും പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ ഒരു ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഒരു സുഖമാണ്. അത് എല്ലാവരും കുട്ടികളെ പോലെ തന്നെയാണ് അധ്യാപികമാർക്കും. ചോദ്യം ഇതാണ്, സാധാരണയായി ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാത്ത എന്താണ്? കുസൃതിയല്ല, ഇതൊരു യഥാർത്ഥത്തിലൊരു ചോദ്യമാണ്. അതായത് സാധാരണയായിട്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് സത്യമായിട്ട് കഴിയാം. കുസൃതിയാണ്, എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. കല്യാണം. റൈറ്റ് ആൻസർ. ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ഒരാൾ കൂടെ വേണ്ടേ? ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം. HE ആരംഭിച്ച് HE അവസാനിക്കുന്ന ഒരു രോഗം. HE സ്റ്റാർട്ടിങ്, HE ലാസ്റ്റ്. പറഞ്ഞു നോക്കില്ല, ആരും പറഞ്ഞു നോക്കില്ല പ്ലീസ്. ഹെഡേക്ക്. റൈറ്റ് ആൻസർ ഹെഡേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. 2 പെൺകുട്ടികളുടെ പേരുള്ള ഇന്ത്യൻ സംസ്ഥാനം. 2 പെൺകുട്ടി. എനിക്ക് ഞാൻ പറയുന്നത് എന്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വേണമെന്നില്ല, അതുമായി പൊരുത്തപ്പെട്ട് വരുന്ന ഉത്തരമുണ്ട്, ഞാൻ സമ്മാനം തരാം. സിംല, അരുണാചൽ പ്രദേശ്. അല്ല, ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്തിന്റെ പേര് മേഘാലയ. അടിപൊളി. മേഘാലയ. ഓക്കെ, അടുത്ത ചോദ്യം. വടി പോയാൽ ഇലയാകുന്നത് എന്താണ്? അല്ലല്ല, വടി പോയാൽ ഇലയാകും. കുസൃതിയാണ്, ഇത് കുസൃതിയാണ്. ഇതൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കിയ ചോദ്യ. വടി പോയാൽ ഇലയാകുന്നത് എന്താണ്? ഒന്നും കൂടി ക്ലൂ തരാം. ഒരു നമ്മുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ഇംഗ്ലീഷ് വേർഡാണ് ഇത് വരുന്നത്. വടി പോയാൽ ഇലയാകും. എങ്ങനെ നോക്കണേ? വടി എന്നുള്ള സംഭവം. പക്ഷെ വടി എന്ന് പറയുന്നത് അതിൽ അല്ല, വടി എന്ന് പറയുന്നത് മലയാളത്തിലല്ല, ഇംഗ്ലീഷ് വാക്കായിട്ടാണ് വരുന്നത്. വടി പോയാൽ ഇലയാകും. വസ്ത്രവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ബാഗുകളിൽ കാണാം. അല്ല, ഏതാണ്ട് കരുത്തെത്തി. വടി പോയാൽ ഇലയാകുന്നത് ഏതാണ്ട് കരുത്തെത്തി. സ്റ്റിക്ക്. ഓക്കെ, ഇനി ഉത്തരം പറ. വടി പോയാൽ ഇലയാകുന്നത്. ടീച്ചർ ചിന്തിച്ച് എവിടേക്കോ ഇങ്ങനെ ഭയങ്കര. ഓക്കെ, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഇലാസ്റ്റിക്. ഓക്കെ, വടി പോയാൽ ഇലയാകും. ഓക്കെ, അടുത്ത ചോദ്യം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. ഉപദേശം. റൈറ്റ് ആൻസർ.
ഈ കാലഘട്ടത്തിൽ. ഓക്കെ, ഉപദേശം. അടുത്ത ചോദ്യം, കടലിലെ ഒരു വസ്തുവും കരയിലെ ഒരു വൃക്ഷത്തിന്റെ പേരും ചേർന്നാൽ കഴിക്കാൻ പറ്റും, എന്താണ്? കടലിലെ ഒരു വസ്തു, കരയിലെ ഒരു വൃക്ഷം ചേർന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. കടലിലെ ഒരു വസ്തു, കരയിലെ ഒരു വൃക്ഷം. ഉപ്പുമാവ്. റൈറ്റ് ആൻസർ, ഉപ്പുമാവ്. ഇന്ന് ഉപ്പുമാവായിരുന്നല്ലോ ഇവിടെ. എന്നോട് വന്നപ്പോൾ ഉപ്പുമാവ് വേണമെന്ന് ചോദിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, 110, 112 ഇവർക്കിടയിലുള്ളൊരു സംഖ്യ. 111. 111. 110, 112. 110, 112 ഇതിന്റെ ഇടയിലുള്ള സംഖ്യ. 110, 112 ഇതിന്റെ ഇടയിലുള്ള സംഖ്യ 1. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ 1. ഓക്കെ, അടുത്ത ചോദ്യം, ചെങ്കുപ്പായമിട്ട് വഴിവക്കിൽ വാ പൊളിച്ചു നിൽക്കുന്നത് ആരാണ്? ചെങ്കുപ്പായമിട്ട്, കുസൃതിയാണേ. പോസ്റ്റ് ബോക്സ്. റൈറ്റ് ആൻസർ. മാഷി പത്ര ഉത്തരം പറഞ്ഞു. 3. 2. ഞാനൊന്നും പറഞ്ഞില്ല. 1. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വിദ്യാലയത്തിൽ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിജയ് എന്ന് പറയുന്ന സാറിന്റെ പേരൊന്നും കൂടി പറയാം. ശ്രീഹരി. നല്ലൊരു പേര്. അപ്പൊ ശ്രീഹരി സാറാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വിജയ് ശ്രീഹരി സാറാണ് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഏഷ്യാനെറ്റ് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ നമുക്ക് പരിചയമുള്ള ഒരാളാണ്. 4 സ്റ്റാർ എന്ന് പറയുന്ന ടീമിലൂടെയും ചിരിക്കുടുക്ക എന്ന് പറയുന്ന ടീമിലൂടെയൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. കട്ടപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു കോമഡിയിൽ. അപ്പോൾ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. ശ്യാം മങ്ങാട്. വാ, ആളാണ് ഈ ഒരു സ്നേഹ സമ്മാനം നൽകുന്നത്. സാമട്ടാ പൊളിച്ചു കിട്ടോ സാറ്. അപ്പോൾ VMTV ചാനൽ നൽകുന്ന ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന് സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ സാറേ, അടിയാവരുത്. കൃത്യമായിട്ട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അല്ല, ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വേണ്ടേ? വെറും GT-യുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിച്ചാൽ മതിയോ? ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പൊതുവെ സംഘടിപ്പിച്ചിട്ടുണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? വന്നിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. കൃത്യമായിട്ട് എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും കുട്ടികളിൽ നിന്നൊക്കെ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? എന്താ പറഞ്ഞു കൊടുക്കാത്തത്? ശരി, അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ പുതിയ മുഖങ്ങളും പുതിയ പുതിയ ചോദ്യങ്ങളായിട്ട് കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.